ശ്രീ റെജി ലൂക്കോസ്, ധാർമ്മിക രോഷത്തോടു കൂടി മാത്രമേ ഈ വാർത്തയെ അവതരിപ്പിക്കാൻ പറ്റുകയുള്ളൂ. കാരണം കേരളം ഇന്ന് ലജ്ജിച്ച് തലതാഴ്ത്തുകയാണ്. ഒരു മെഡിക്കൽ കോളേജിൽ മകൾക്ക് കൂട്ടിരിക്കാൻ വന്ന അമ്മ വാർഡ് തകർന്ന് വീണ് മരിച്ചു. അതുമാത്രമല്ല അവിടെ പ്രശ്നം, അവിടെ ഈ സംഭവം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ 5 കിലോമീറ്റർ അപ്പുറത്ത് മന്ത്രിമാരും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും ഉണ്ടായിരുന്നു. ഒരു അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു. അവിടെ നിന്ന് മന്ത്രിമാരായ വീണ ജോർജും VN വാസവനും ഇതേ സ്ഥലത്തെത്തുന്നു. എന്നിട്ട് അവിടെ വെച്ച് മാധ്യമങ്ങളോട് പറയുന്നു, ഇത് ഉപേക്ഷിച്ച ഒരു കെട്ടിടമാണ്, കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഏറ്റവും പഴക്കം ചെന്ന ബിൽഡിംഗ് ആണ്, അവിടെ ആരും ഉണ്ടായിരുന്നില്ല, ഇവിടെ ആരെയും പ്രവേശിപ്പിക്കാറില്ല, ഈ വാർഡ് അടച്ചിട്ടിരിക്കുകയാണ് എന്ന്. അങ്ങനെ ഇവരെല്ലാം മടങ്ങിപ്പോയതിനു ശേഷം 2 മണിക്കൂർ കഴിഞ്ഞാണ് വിവരം വരുന്നത്, ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒരു ജീവനുണ്ട് എന്ന്. അപ്പോൾ ഇത് 2 തരത്തിലുള്ള നിരുത്തരവാദിത്വം വന്നിരിക്കുകയാണ്. ഒന്ന്, ഈ പഴക്കം ചെന്ന കെട്ടിടത്തിൽ രോഗികളെ പ്രവേശിപ്പിച്ചു. 2, ആ സിസ്റ്റം അപ്പാടെ പാളിയതിൻ്റെ ഉത്തരവാദികളായ മന്ത്രിമാർ, അവർ വന്നിവിടെ ഒന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് പോകുന്നു, വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തുന്നു. എന്താണ് ഇതേക്കുറിച്ച് പറയേണ്ടത്? ധാർമ്മിക രോഷത്തോടു കൂടി മാത്രമേ ഇതിനെ കാണാൻ പറ്റുകയുള്ളൂ. മഞ്ജുഷേ, അതിദാരുണമായി നിർഭാഗ്യവശാൽ അകാലത്തിൽ മരണമടഞ്ഞ ആ സഹോദരി ബിന്ദുവിനോടുള്ള അവർക്കുള്ള ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കാം. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത്, ഒരു തർക്കമില്ല. ഒരു തരത്തിലും അതിനെ ആയിരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മളിലൊക്കെ ഒരു മനുഷ്യനുണ്ട്. അവിടെ സംഭവിച്ചത് വാസ്തവം പറയുകയാണെന്നുണ്ടെങ്കിൽ 68 വർഷം പഴക്കമുള്ള കോട്ടയം മെഡിക്കൽ കോളേജിൽ തുടക്കകാലത്ത് പണിതു നിർത്തിയ ഒരു കെട്ടിടത്തിന്റെ ശുചിമുറികളാണ് ഇന്ന് ഇടിഞ്ഞു വീണത്. അവിടെ ഒരു കുഞ്ഞിനും അവിടുത്തെ ഒരു സ്റ്റാഫിനും മറ്റൊരു സ്ത്രീക്കും പരിക്ക് പറ്റി. അതിൽ പരിക്കുകൾ വലിയ രീതിയിലുള്ള ഭീകരമായ ഒരു പരിക്കിലേക്ക് പോകാതിരുന്നത് ഭാഗ്യമാണ്. പക്ഷേ ബിന്ദു എന്ന് പറയുന്ന ഈ 53 വയസ്സുകാരി നമ്മുടെ കോട്ടയം ജില്ലയിലെ തലപ്പറമ്പിലുള്ള നമ്മുടെയൊക്കെ നാട്ടിലുള്ള അവരെ കണ്ടെത്തുന്നതിൽ അല്ലെ അവരങ്ങനെ മിസ്സായെന്നുള്ളവരും നിർഭാഗ്യവശാൽ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് പോലീസിനെ കണ്ടെത്താൻ സാധിച്ചില്ല. ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജും ബഹുമാനപ്പെട്ട മന്ത്രി കോട്ടയം ജില്ലയിൽ നിന്നുള്ള മന്ത്രി VN വാസവനും സംഭവ സ്ഥലത്ത് 25ാമത്തെ മിനിറ്റിൽ കുതിച്ചെത്തി. അവർക്ക് കിട്ടിയ ആദ്യത്തെ ഇൻഫർമേഷൻ ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ, ക്ഷമിക്കണം, ആദ്യത്തെ 3 പേർക്കല്ലാതെ മറ്റൊരാൾക്ക് പരിക്കില്ല, ആരും മിസ്സായിട്ടില്ല എന്നൊരു ഇൻഫർമേഷനാണ് ഉദ്യോഗസ്ഥന്മാർ നൽകിയത്. പൊതുവെ മാധ്യമപ്രവർത്തകർ വരെ അങ്ങനെ റിപ്പോർട്ട് ചെയ്തു. അപ്പൊ അതനുസരിച്ച് അവർ പറഞ്ഞു അങ്ങനെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. എങ്കിലും മന്ത്രി VN വാസവൻ ഫയർഫോഴ്സിന്റെ മേധാവി, കോട്ടയം ജില്ലാ മേധാവി വിളിച്ച് കുളിക്കുകയും ചടുലമായ രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്താനായിട്ട് കോൺക്രീറ്റ് മാറ്റാനായിട്ട് നിർദ്ദേശം കൊടുത്തു. പക്ഷെ അവിടെ സംഭവിച്ചെന്താ, ഈ മെഡിക്കൽ കോളേജിൽ പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മളൊക്കെ പോകും, നമുക്ക് വളരെ വ്യക്തമായിട്ട് ഒരു പക്ഷെ മഞ്ജുഷനും അറിയാതെ അതിലേക്ക് ഒരു JCB കടന്നു ചെല്ലത്തില്ല. രണ്ടാമത്തത്, ഇടിഞ്ഞു തൂങ്ങി നിൽക്കുന്ന ആ പഴയ കെട്ടിടത്തിന്റെ അടുത്തേക്ക് പത്രക്കാർക്കോ സെക്യൂരിറ്റി ജീവനക്കാർക്കോ രക്ഷാപ്രവർത്തകർക്കോ ചെല്ലാൻ പറ്റുന്ന ഒരവസ്ഥ ആയിരുന്നിട്ട്, അപ്പോൾ ഈ JCB അവിടെ കയറ്റാൻ പറ്റാത്ത സാഹചര്യത്തിൽ മറ്റൊരു റൂട്ടിലൂടെ അവിടുത്തെ കമ്പികളെല്ലാം അറുത്ത് മാറ്റിയിട്ടാണ് അവിടെ എത്തുന്നത്. ഇതൊക്കെ അവിടെ ഈ JCB എത്തിക്കുവാനുള്ള തടസ്സങ്ങൾ. പക്ഷേ അതിനു മുൻപ് അവിടെ സംഭവിച്ചത്, വിലപ്പെട്ട കുറേയേറെ സമയം അവിടെ ചെലവഴിച്ചു കഴിഞ്ഞു ശ്രീ റെജി ലൂക്കോസ്. അവിടെ മന്ത്രിമാർ വന്ന് ആദ്യം പറഞ്ഞത്, ഈ പറഞ്ഞ ആശുപത്രി അധികൃതർ പറഞ്ഞ കാര്യം അതേപടി വിശ്വസിക്കുകയും അത് ഏറ്റു പറയുകയുമായിരുന്നു. അതായത് ആ സിസ്റ്റം തന്നെ തകരാറായതായി ഈ മന്ത്രിമാർക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്നുള്ള ചോദ്യം അവിടെയുണ്ട്. ആരോഗ്യമന്ത്രി പറഞ്ഞത് എന്താണ്, ഇത് ഉപേക്ഷിച്ച കെട്ടിടമാണ്, ഇങ്ങോട്ടേക്ക് ആരും വരില്ല, ഇവിടെ ഒരു രോഗികളെയും പ്രവേശിപ്പിക്കുകയില്ല എന്നാണ്. പക്ഷേ അത് അങ്ങനെ അല്ല എന്ന് പിന്നീട് തെളിയുകയായിരുന്നു. അപ്പോൾ മന്ത്രി പറഞ്ഞത് തെറ്റാണ്, മന്ത്രി അവിടെ തെറ്റിദ്ധാരണ പരത്തുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അവിടെ ഈ രക്ഷാപ്രവർത്തനമൊക്കെ വളരെ ലൂസായിട്ടാണ് നടന്നത്. വളരെ സാവകാശമാണ് കാര്യങ്ങൾ പിന്നീട് മുന്നോട്ട് പോയത്. അവിടെ അകത്ത് പോയി ചർച്ച നടത്തുന്നു, അങ്ങനെ JCB കൊണ്ടുവരുന്നു. ഇതിനൊക്കെ എത്രത്തോളം സമയമാണ് അവിടെ നഷ്ടമായത്. പിന്നെ ഈ മന്ത്രിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ പറയാൻ തോന്നി എന്നുള്ളതാണ്. അത് മാത്രമല്ല, മന്ത്രി ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇത് അടച്ചിട്ടിരുന്ന കെട്ടിടമാണ്, ഇത് പൊളിച്ചു കളയാൻ വെച്ചിരുന്ന കെട്ടിടമാണ്, ഒഴിപ്പിച്ച കെട്ടിടമാണ് എന്നൊക്കെ. മന്ത്രിയുടെ വാക്ക് കേൾക്കാം. മന്ത്രി ആദ്യം പറഞ്ഞതും അതിനുശേഷം മന്ത്രി മാറ്റി പറഞ്ഞതും. അടച്ചിട്ടിരുന്നത് കൊണ്ട് വാസ്തവത്തിൽ മറ്റ് പ്രയാസങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ്. ഏതായാലും ഇത് അടച്ചിട്ടിരുന്നതാണ്, അതുകൊണ്ട് മറ്റ് അപകടങ്ങൾ ഉണ്ടായില്ല. നമ്മൾ ഈ ടോട്ടൽ ബിൽഡിംഗ്, അതായത് ഇത് മൊത്തത്തിൽ ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്ത് അതിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. എനിക്ക് അവിടെ നിന്നുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞതാണല്ലോ എനിക്ക് പറയാൻ കഴിയുക. ഞാനൊരു ചർച്ചയ്ക്ക് ശേഷമല്ലല്ലോ പറഞ്ഞത്. പ്രിൻസിപ്പലും സൂപ്രണ്ടും അവർ ആ രീതിയിലാണ് അവിടെ നിന്ന് ഇൻഫർമേഷൻ ഉണ്ടായത്.
ആളുകൾ അതിൻ്റെ ഇടയിൽ ഇറങ്ങി പരിശോധിച്ചു എന്നുള്ളതും പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറയുന്നത് ഞാൻ എങ്ങനെയാണ് ഇൻഫോംഡ് ആയത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നിങ്ങളോട് പറയുക. ഒന്നുകിൽ മന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചു ഈ സിസ്റ്റം, അല്ലെങ്കിൽ മന്ത്രി തെറ്റിദ്ധാരണ പരത്തി. രണ്ടിലൊന്ന് സംഭവിച്ചിരിക്കുകയാണ്.